ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ്. പാർട്ടി ടൈമിലും ഗസ്റ്റ് വരുന്ന ടൈമെല്ലാം അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റുമാണ്. പാർട്ടി ടൈമിലും ഗസ്റ്റ് വരുന്ന ടൈമെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടമാകും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ, റൊട്ടി ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെയെല്ലാം അടിപൊളി കോംബോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു പൗളിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള അത്രയും ചിക്കന് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓർഗാനോ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓർഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പാക്കി കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ ഒരു നല്ലൊരു ഫ്ലേവറും അടിപൊളി ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനിയും ഇതെല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കുക. ആ ഒരു ടൈം കൊണ്ട് വേറൊരു പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളടുത്ത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഒരു 20-25 മിനിറ്റിന് ശേഷം ചിക്കന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുക്കുക. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാൻ മസാലയെല്ലാം മൊത്തത്തിൽ ചിക്കനിൽ സെറ്റായി കിട്ടിയാലാണ് കേട്ടോ. പിന്നെ ആ ബട്ടറിലെല്ലാം ചിക്കന് ഫ്രൈ ആക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ചിക്കന് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതേപോലെ മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് നമ്മൾ ഒരുപാട് ടൈമൊന്നും വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി, ഒരു ഹാഫ് കുക്കെല്ലാം ആയി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ കറിയിലിട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് വേവിച്ചെടുക്കും കേട്ടോ. ചിക്കന് മൊത്തത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇഞ്ചിയില്ല. വെളുത്തുള്ളി ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പം ക്രഷ് ചെയ്യാണ്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു എണ്ണയിൽ ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു റോ സ്മെല്ലും പച്ച ടേസ്റ്റെല്ലാം മാറാനും വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് എല്ലാം ഇതേപോലെ മിക്സാക്കി എടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 2 വലിയ സവാള നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ സവാള എന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. സവാള നല്ലോണം വാടി കിട്ടണം കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് സവാള നല്ലോണം വാടി വരുന്നത് വരെ അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു 8 മിനിറ്റിന് ശേഷം സവാള അത്യാവശ്യം നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുള്ള 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. കാര്യം തക്കാളി പെട്ടെന്ന് ചൂടായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ചൂടായാൽ തക്കാളി പെട്ടെന്ന് വാടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന്
അതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളി നല്ലോണം വാടി കിട്ടണം, നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം കേട്ടോ. അതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം തക്കാളിയെല്ലാം അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ അളവിൽ ഓർഗാനോ, അര ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്. ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം ആ ഒരു പച്ച ചൊയ മാറിക്കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവനുസരിച്ച് നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. മസാലയും വെള്ളം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടണ്ടേ, അങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇനി ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. ഞാനിപ്പം ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ഇത് മുഴുവനായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ കുറച്ചെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പാകമെല്ലാം നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടുക. എല്ലാം കൂടി ആ ഒരു ക്രീമും ആ ഒരു മസാലയും കറിയും എല്ലാം കൂടി മൊത്തത്തിൽ ജോയിൻ ആയിട്ട് കിട്ടണം. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഞാനിതെല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് എത്രയാണ് വേണ്ടതെന്നുള്ള നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ വേണം ഈ ഒരു ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. തിളച്ച് വന്ന ടൈമിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അതിനുശേഷം കുറച്ചധികം തന്നെ മല്ലിയില കൂടി അതിന് മുകളിലേക്കായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലെല്ലാം അധികം ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ഇതടച്ച് വെച്ചിട്ട് ചിക്കന് നമ്മൾ കുറച്ച് മാത്രമല്ലേ കുക്കാക്കി എടുത്തിട്ടുള്ളൂ. ചിക്കന് നല്ലോണം കുക്കായി വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞാൽ ചിക്കനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പം ഒരു 10-15 മിനിറ്റിന് ശേഷം ചിക്കനെല്ലാം അത്യാവശ്യം നല്ലോണം കുക്കായി വന്ന് നമ്മളെ ഗ്രേവിയെല്ലാം അത്യാവശ്യം നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി മല്ലിയില കൂടി ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റൊട്ടി ഐറ്റംസിൻ്റെ കൂടെയെല്ലാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാ ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.